أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് ബദരി സഹാബാക്കളെ സംബന്ധിച്ച അനുസ്മരണമാണ് തുടരുന്നത്. ഏറ്റവും ആദ്യം ഞാൻ ഒരു വിശദീകരണം നൽകാൻ ആഗ്രഹിക്കുന്നു. 2 ഖുതുബകൾക്ക് മുമ്പ് ഹദ്റത്ത് മുആസ് ബിൻ ജബലിനെ കുറിച്ച് പരാമർശിച്ചപ്പോൾ അതിൽ ഒരു നിവേദനം ഉണ്ടായിരുന്നു. അത് മുസ്നദ് അഹ്മദ് ബിൻ ഹംബലിലെ ആയിരുന്നു. അതിൽ പ്ലേഗിനെ സംബന്ധിച്ച് പറയുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഉടൻ തന്നെ സിറിയയിലേക്ക് പലായനം ചെയ്യുന്നതാണ്. അത് നിങ്ങളുടെ കൈകളാൽ ജയിച്ചടക്കുന്നതുമാണ്. അവിടെ വ്രണക്കുരുവും ചലക്കുരുവുമുള്ള ഒരു രോഗം നിങ്ങൾക്ക് മേൽ പരക്കുന്നതാണ്. അത് മനുഷ്യനെ അടിമുടി പിടികൂടുന്നതാണ്. ഇതിൽ ശരിയായ പരിഭാഷ വന്നിട്ടുണ്ടായിരുന്നില്ല. അതിൽ തെറ്റുണ്ടായിരുന്നു. മാത്രമല്ല കാര്യം വ്യക്തമാക്കുന്നുമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ നിവേദനത്തിന്റെ ശരിയായ തർജ്ജമ ഞാൻ വീണ്ടും വായിക്കാം. ഇസ്മായിൽ ബിൻ ഉബൈദുള്ള നിവേദനം ചെയ്യുന്നു, ഹസ്രത്ത് മുആസ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നതായി കേട്ടു, നിങ്ങളെല്ലാം സിറിയയിലേക്ക് പലായനം ചെയ്യും. അത് നിങ്ങൾക്ക് വേണ്ടി ജയിക്കപ്പെടുന്നതാണ്. അവിടെ നിങ്ങളിൽ ഒരു രോഗം വെളിപ്പെടും. അത് ചലക്കുരു അല്ലെങ്കിൽ ശക്തമായി കടിക്കുന്ന രീതിയിലുള്ള വസ്തുവിനെ പോലെയായിരിക്കും. അത് നാഭിക്ക് ചുവടെയാണ് പ്രത്യക്ഷപ്പെടുക. ഇവിടെ അടിമുടി പിടികൂടുന്നതാണ് എന്നത് വിവിധ തരത്തിൽ ആണ് വന്നിട്ടുള്ള തർജ്ജമകളിൽ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് തെറ്റായിട്ടാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ തർജ്ജമ ഇങ്ങനെയാകുന്നു: അത് മനുഷ്യന്റെ നാഭിക്ക് കീഴ്ഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്നതാണ്. നാഭിക്ക് കീഴെ കാലിന് മുകളിൽ ചലക്കുരു ഉണ്ടാകും. ശരീരത്തിന്റെ മധ്യഭാഗത്ത് പറയുന്നു, ഇത് മുഖേന വളരെ ജനങ്ങൾക്ക് ശഹാദത്ത് നൽകും. അത് മുഖേന അവരുടെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കും. തുടർന്ന് ഹദ്റത്ത് മുആസ് ദുആ ചെയ്തു, അല്ലാഹുവേ, മുആസ് ബിൻ ജബൽ ഇക്കാര്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടതാണെന്ന് നിനക്കറിയാം. നീ ഈ ഉള്ളവരും കുടുംബത്തിനും അതിൽ നല്ലൊരു പങ്ക് നൽകിയാലും. അങ്ങനെ അവർക്കെല്ലാം പ്ലേഗ് പിടിപെട്ടു. അവരിൽ ആരും തന്നെ രക്ഷപ്പെട്ടില്ല. അദ്ദേഹത്തിന് ചൂണ്ടുവിരലിൽ പ്ലേഗിന്റെ ഒരു കുരു വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിന് പകരം ചുവന്ന ഒട്ടകം കിട്ടിയാലും ഞാൻ സന്തോഷിക്കുന്നതല്ല. ഈ തിരുത്തൽ വരുത്തേണ്ടതാണ്. അൽഫദിൽ പ്രിന്റിൽ വന്നതിൽ ഇത് തിരുത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അത് വിവരിക്കാമെന്നും കരുതി. ഹദ്റത്ത് അബ്ദുല്ല ബിൻ അമറിനെ പറ്റിയുള്ള അനുസ്മരണം തുടർന്നു വന്നിരുന്നത്. പ്രസ്തുത അനുസ്മരണം തുടരുകയാണ്. ഹദ്റത്ത് ജാബിർ ബിൻ അബ്ദുല്ല നിവേദനം ചെയ്യുന്നു, ഉഹദ് യുദ്ധ ദിവസം എൻ്റെ പിതാവിനെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ അദ്ദേഹത്തിന്റെ മയ്യത്ത് വികൃതമാക്കപ്പെട്ട നിലയിലാണ് കൊണ്ടുവന്നത്. അതായത് അവയവങ്ങൾ മുറിച്ചു മാറ്റിയിരുന്നു, പ്രത്യേകിച്ചും കാതും മൂക്കും. അദ്ദേഹത്തിന്റെ മയ്യത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് തുണി മാറ്റാൻ തുനിഞ്ഞപ്പോൾ ജനങ്ങൾ എന്നെ വിലക്കുകയുണ്ടായി.
തുടർന്ന് ജനങ്ങൾ ഒരു സ്ത്രീ വാവിട്ട് കരയുന്നത് കേട്ടു. അപ്പോൾ ആരോ പറഞ്ഞു, അത് അബ്ദുല്ലാ ബിൻ അമറിൻ്റെ മകളാകുന്നു. അവരുടെ പേര് ഹസ്രത്ത് ഫാത്തിമ ബിൻത്ത് അമർ എന്നായിരുന്നു. അത് അബ്ദുല്ലാ ബിൻ അമറിൻ്റെ സഹോദരിയാണെന്നും പറയപ്പെടുന്നു. ആ സന്ദർഭത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കരയാതിരിക്കൂ, കാരണം മലക്കുകൾ തുടർച്ചയായി തങ്ങളുടെ ചിറകുകൾ വിരിച്ച് അദ്ദേഹത്തിന് തണൽ നൽകിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, ഹസ്രത്ത് ജാബിർ ബിൻ അബ്ദുള്ളയിൽ നിന്ന് നിവേദനം, എൻ്റെ പിതാവിനെ ഉഹദ് യുദ്ധ ദിവസം കൊണ്ടുവന്നപ്പോൾ എൻ്റെ മാതൃ സഹോദരി കരയാൻ തുടങ്ങി. അപ്പോൾ ഞാനും കരഞ്ഞു തുടങ്ങി. ജനങ്ങൾ എന്നെ വിലക്കാൻ ശ്രമിച്ചു, പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കുകയുണ്ടായില്ല. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തെ പറ്റി കരയരുത്. അള്ളാഹുവാണേ, മലക്കുകൾ തുടർച്ചയായി തങ്ങളുടെ ചിറകുകൾ വിരിച്ച് അദ്ദേഹത്തിന് തണൽ നൽകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ മറവടക്കുകയുണ്ടായി. ഉഹദിലെ ശോതാക്കളെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ, ജനാസ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഒരുപാട് ഭിന്നാഭിപ്രായങ്ങളാണ് ഉള്ളത്. സഹീഹ് ബുഖാരിയിലുള്ള നിവേദനം, ഹദരത്ത് ജാബിർ ബിൻ അബ്ദുള്ള വിവരിക്കുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലെ ശുഹദാക്കളെ രണ്ടുപേരെ ഒരേ തുണിയിൽ ഒരുമിച്ച് കിടത്തി ആർക്കാണ് കൂടുതൽ വിശുദ്ധ ഖുർആൻ അറിയുക എന്ന് ജനങ്ങളോട് ചോദിച്ചിരുന്നു. അതിൽ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ മയ്യത്ത് ആദ്യം കബറിൽ ഇറക്കുമായിരുന്നു, അതായത് കബറിൽ ഒന്നാമതായി ഇറക്കിയിരുന്നു. തുടർന്ന് പറഞ്ഞു, ഖിയാമത്ത് ദിവസം ഞാൻ അവർക്ക് സാക്ഷിയാകുന്നു. അവരെ അവരുടെ രക്തത്തോടു കൂടി മറവടക്കാൻ കൽപ്പിച്ചിരുന്നു. അവരെ കുളിപ്പിക്കുകയോ അവരുടെ ജനാസ നമസ്കരിക്കുകയോ ചെയ്തില്ല. ഇത് ബുഖാരിയിലുള്ള നിവേദനമാണ്. ബുഖാരിയിലുള്ള മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, ഹദ്റത്ത് അഖ്ബ ബിൻ ആമിർ നിവേദനം ചെയ്യുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം വന്നു ഉഹദിലെ ശൂതാക്കളുടെ ജനാസ നമസ്കരിപ്പിച്ചു. ബുഖാരിയിലെ മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഉഹദിലെ ശൂതാക്കളുടെ ജനാസ നമസ്കരിപ്പിച്ചത്. സുനൻ ഇബ്നു മാജയിൽ പറയുന്നു, ഹസ്രത്ത് ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്നു, ഉഹദിലെ ശൂതാക്കളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിൽ കൊണ്ടുവന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 പേരുടെ വീതം ജനാസ നമസ്കരിപ്പിച്ചിരുന്നു. ഹസ്രത്ത് ഹംസയുടെ ജനാസ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ തന്നെ ഉണ്ടായിരുന്നു. മറ്റ് ശുഹദാക്കളുടെ ജനാസ കൊണ്ട് പോവുകയും ചെയ്തിരുന്നു. സുനൻ അബൂ ദാവൂദിൽ പറയുന്നു, ഹസ്രത്ത് അനസ് ബിൻ മാലിക് നിവേദനം ചെയ്യുന്നു, ഉഹദ് യുദ്ധത്തിലെ ശുഹദാക്കളെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരെ അവരുടെ രക്തവുമായി, അതായത് പരിക്കുകളോടെ തന്നെ മറവടക്കിയിരുന്നു. അവരിൽ ആരുടെയും ജനാസ നമസ്കരിക്കുകയുണ്ടായില്ല. സുനൻ അബൂ ദാവൂദിലെ തന്നെ മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, ഹദ്രത്ത് അനസ് വിവരിക്കുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് ഹംസയുടെ അല്ലാതെ മറ്റാരുടെയും ജനാസ നമസ്കരിപ്പിച്ചില്ല. സുനൻ തിർമിദിയിലെ നിവേദനത്തിൽ ഹദ്രത്ത് അനസ് ബിൻ മാലിക് പറയുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലെ ശൂതാക്കളുടെ ജനാസ നമസ്കരിപ്പിച്ചില്ല. സീറത്ത് ഇബ്നു ഹിഷാം, സീറത്ത് ഹൽബിയ എന്നിവയിൽ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലെ ശൂതാക്കളിൽ ഏറ്റവും ആദ്യം ഹദ്രത്ത് ഹംസയുടെ ജനാസ നമസ്കരിപ്പിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസയിൽ 7 തക്ബീറുകൾ ചൊല്ലി. സീറത്ത് ഹൽബിയയുടെ വിവരണമനുസരിച്ച് 4 തക്ബീറുകളാണ് ചൊല്ലിയത്. തുടർന്ന് മറ്റ് ശൂതാക്കളെ ഓരോരുത്തരെയായി കൊണ്ടുവന്നു ഹദ്രത്ത് ഹംസയുടെ മയ്യത്തിനോടൊപ്പം വെച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പേരെയും ജനാസ നമസ്കരിപ്പിച്ചു. ഇങ്ങനെ എല്ലാ ശൂതാക്കളുടെയും ജനാസ നമസ്കാരം 1 പ്രാവശ്യവും ഹദ്രത്ത് ഹംസയുടെ ജനാസ നമസ്കാരം 72 പ്രാവശ്യവും ചിലരുടെ വീക്ഷണത്തിൽ 92 പ്രാവശ്യം എന്നും പറയപ്പെടുന്നു. ദലായിലുൻ നുബുവ എന്ന ചരിത്രഗ്രന്ഥത്തിൽ പറയുന്നു, ഹദ്രത്ത് ഹംസയുടെ മയ്യത്തിനോടൊപ്പം 9 ശൂതാക്കളുടെ ജനാസയും വെച്ചിരുന്നു. അവരുടെ ജനാസ നമസ്കരിച്ചു കഴിഞ്ഞാൽ 9 പേരുടെയും ജനാസ കൊണ്ടുപോവുകയും തുടർന്ന് മറ്റ് 9 പേരുടെ ജനാസ വെക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ തന്നെ എല്ലാ ശൂതാക്കളുടെയും ജനാസ നമസ്കാരം അനുഷ്ഠിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ജനാസ നമസ്കാരത്തിലും 7 തക്ബീറുകളാണ് ചൊല്ലിയത്. സീറത്ത് ഹൽബയിലും ദലായിലുൻ നുബുവയിലും ശൂതാക്കളുടെ ജനാസ നമസ്കാരം സംബന്ധിച്ച് ചർച്ച വന്നിട്ടുണ്ട്.
രണ്ട് ഗ്രന്ഥങ്ങളിലും ഹസ്രത്ത് ജാബിർ ബിൻ അബ്ദുള്ളയുടെ നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിലെ ശ്രോതാക്കളെ അവരുടെ രക്തത്തോടെ തന്നെ മറവടക്കാൻ കൽപ്പിച്ചു. അവരെ കുളിപ്പിക്കുകയോ അവരെ ജനാനമസ്കരിപ്പിക്കുകയോ ചെയ്തില്ല. ഇതാണ് പ്രബലമായ നിവേദനം. ഹസ്രത്ത് ഇമാം ഷാഫി വിവരിക്കുന്നു, തുടർച്ചയായ നിവേദനങ്ങളിൽ നിന്ന് വ്യക്തമായി മനസ്സിലാകുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിലെ ശുഹദാക്കളുടെ ജനാസ നമസ്കരിപ്പിച്ചിട്ടില്ല എന്നാകുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുഹദാക്കളുടെ ജനാസ നമസ്കരിപ്പിച്ചുവെന്നും ഹസ്രത്ത് ഹംസയുടെ ജനാസയിൽ 7 തക്ബീറുകൾ ചൊല്ലിയെന്നും ഒക്കെ പറയുന്നത് ശരിയല്ല. ഹസ്രത്ത് ഉഖ്ബ ബിൻ ആമിറിന്റെ നിവേദനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 വർഷത്തിന് ശേഷം ശുഹദാക്കളുടെ ജനാസ നമസ്കരിപ്പിച്ചു എന്നതിൽ നിന്ന് ഇത് 8 വർഷത്തിന് ശേഷമുള്ള സംഭവമാണെന്ന് വ്യക്തമാകുന്നു എന്ന് മാത്രം. ഞാൻ പറഞ്ഞതുപോലെ ഇത് സംബന്ധിച്ച് വലിയ ചർച്ചകൾ തന്നെ നടന്നിട്ടുണ്ട്. കുറെ കൂടി വിവരിക്കാം. ഇമാം ബുഖാരി തന്റെ ഗ്രന്ഥത്തിൽ ബാബു സ്വലാത്തു അല ഷഹീദ് എന്ന പേരിൽ ഒരു അധ്യായം കൊടുത്തിട്ടുണ്ട്. അതിന് കീഴിൽ കേവലം 2 ഹദീസുകളാണ് എഴുതിയിട്ടുള്ളത്. ആദ്യത്തെ ഹദീസ് ഹദരത്ത് ജാബിർ ബിൻ അബ്ദുള്ളയിൽ നിന്നുള്ള നിവേദനമാകുന്നു. അതിൽ വ്യക്തമായും പറയുന്നു, ഉഹദിലെ ശുഹദാക്കളെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല, അവരുടെ ജനാസ നമസ്കരിപ്പിക്കുകയും ചെയ്തില്ല. രണ്ടാമത്തേത് ഹദരത്ത് ഉഖ്ബ ബിൻ ആമിറിന്റെ നിവേദനമാകുന്നു. അദ്ദേഹം പറയുന്നു, അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖറജ യൗമൻ ഫസല്ലി അലാ അഹ്ലി ഉഹദിൻ സ്വലാത്തഹു അലാ അൽ മയ്യത്തി. അതായത് ഒരു റസൂൽ പുറപ്പെട്ടു, ഉഹദിലെ ശുഹദാക്കൾക്ക് വേണ്ടി ജനാസ നമസ്കരിപ്പിക്കുന്ന രീതിയിൽ നമസ്കാരവും അനുഷ്ഠിച്ചു. ഇതേ ഹദീസ് ബുഖാരിയിൽ ഉഹദ് യുദ്ധം എന്ന അധ്യായത്തിലും വന്നിട്ടുണ്ട്. അവിടെ ഇതേ സഹാബി തന്നെ നിവേദനം ചെയ്യുന്നുണ്ട്. പറയുന്നു, സല്ലല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖത്ല ഉഹദിൻ ബദ സമാനി സിനീന കൽ മുഅദ്ദിൽ ബിൽ അഖി അഹിയായി വൽ അംവാത്തി. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലെ ശുഹദാക്കൾക്ക് വേണ്ടി 8 വർഷത്തിന് ശേഷം ജീവിച്ചിരിക്കുന്നവരെയോ മരണപ്പെട്ടു ഓർക്കുന്നവരോ യാത്രയാക്കുന്നത് പോലെ നമസ്കരിപ്പിച്ചു. അല്ലാമ ഇബ്നു ഹജർ അസ്കലാനി പറയുന്നു, ഇമാം ഷാഫി ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞ് നീണ്ടകാലം കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഖബറിൽ ജനാസ നമസ്കരിക്കാറില്ല എന്നാണ്. ഇമാം ഷാഫിയുടെ വീക്ഷണപ്രകാരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മരണം സമീപസ്ഥമായപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുഹദാക്കളെ ആ ഖബറുകളിൽ പോയി അവർക്ക് വേണ്ടി യാത്രാമൊഴി പറഞ്ഞുകൊണ്ട് അവരുടെ പാപപ്രതിക്ക് വേണ്ടി ദുആ ചെയ്തു. ഉഹദിലെ ശുഹദാക്കളെ കഫൻ ചെയ്തതും മറുമടക്കിയതും സംബന്ധിച്ച് സീറത്ത് ഖാത്തമിൻ നബീനിൽ ഹദരത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, മൃതശരീരങ്ങൾ സുരക്ഷിതമാക്കിയതിന് ശേഷം അവയ്ക്ക് കഫൻ കൊടുക്കുന്ന പണി തുടങ്ങി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശുഹദാക്കൾ ശരീരത്തുള്ള വസ്ത്രങ്ങൾ അതേപടി വെക്കുക, ശുഹദാക്കളെ കുളിപ്പിക്കേണ്ടതില്ല. അതേസമയം ആരുടെയെങ്കിലും പക്കൽ കഫൻ ചെയ്യാൻ അധികം തുണിയുണ്ടെങ്കിൽ അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന് മുകളിലൂടെ ചുറ്റുക. ജനാസ നമസ്കാരം ആ സമയം നമസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുളിപ്പിക്കാതെയും ജനാസ നമസ്കാരം അനുഷ്ഠിക്കാതെയും ശുഹദാക്കളെ മറവടക്കുകയുണ്ടായി. പൊതുവിൽ ഓരോരോ തുണിയിൽ 2 വീതം സഹാബാക്കളെ ഒന്നിച്ച് കഫൻ ചെയ്ത് മറവടക്കുകയാണ് ചെയ്തത്. വിശുദ്ധ ഖുർആൻ കൂടുതലായി അറിയുന്ന സഹാബിയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശപ്രകാരം ഖബറിൽ ആദ്യം ഇറക്കിയിരുന്നു. തുടർന്ന് എഴുതുന്നു, ജനാസ നമസ്കരിച്ചില്ല. എന്നാൽ പിന്നീട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തന്റെ വഫാത്ത് സമീപസ്ഥമായപ്പോൾ ഉഹദിലെ സഹാബാക്കൾക്ക് പ്രത്യേകമായി ജനാസ നമസ്കരിക്കുകയുണ്ടായി. ഇത് വിവിധ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നാണ് അദ്ദേഹം സമർത്ഥിച്ചിരിക്കുന്നത്. നമസ്കരിച്ചു അല്ലെങ്കിൽ ദുആ ചെയ്തു എന്നാകാം. ഏതായിരുന്നാലും വളരെ വേദനയോടെ അവർക്ക് വേണ്ടി ജനാസ നമസ്കരിച്ചു അല്ലെങ്കിൽ വളരെ വേദനയോടെ അവർക്ക് വേണ്ടി ദുആ ചെയ്തു. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ദുആ ചെയ്തതായിരിക്കാം. ഓരോ ഖബറിലും പോയി വേദനാ നിർഭരമായി ദുആ ചെയ്തിട്ടുണ്ടാകാം. ഹദ്റത്ത് ജാബിർ ബിൻ അബ്ദുള്ള നിവേദനം ചെയ്യുന്നു, ഞാൻ എൻ്റെ പിതാവിന് വേണ്ടി 6 മാസത്തിന് ശേഷം ഖബറുണ്ടാക്കി അദ്ദേഹത്തെ അതിൽ ഖബറടക്കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം ഭൂമിയിൽ മുട്ടിക്കിടന്ന ഏതാനും താടിരോമങ്ങളല്ലാതെ ശരീരത്തിന് ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല.
മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, ഹദരത്ത് ജാബിർ ബിൻ അബ്ദുള്ള നിവേദനം ചെയ്യുന്നു, ഉഹദ് യുദ്ധത്തിൽ ഒരു ഖബറിൽ 2 പേരെയാണ് മറവടക്കിയത്. എൻ്റെ പിതാവിൻ്റെ കൂടെയും മറ്റൊരു സഹാബിയും മറവടക്കിയിരുന്നു. അദ്ദേഹത്തെ മറ്റൊരു ഖബറിൽ തനിയെ ഖബറടക്കണമെന്ന് 6 മാസത്തിന് ശേഷം എൻ്റെ മനസ്സിൽ ഒരു തോന്നലുണ്ടായി. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ ഖബറിൽ നിന്ന് പുറത്തെടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അല്പം മാംസത്തിലൊഴികെ മറ്റ് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഉഹദ് യുദ്ധത്തിന് 46 വർഷങ്ങൾക്ക് ശേഷം ഹദ്രത്ത് അമീർ മുആവിയയുടെ ഖിലാഫത്ത് കാലത്ത് ആരംഭിച്ച അരുവിയിലെ വെള്ളം ഉഹദിലെ ശുഹദാക്കളുടെ ഖബറുകളിലെത്തി. ഹദ്രത്ത് അബ്ദുല്ലാ ബിൻ അമ്ര, ഹദ്രത്ത് അമ്ര ബിൻ ജമൂഹ് എന്നിവരുടെ ഖബറുകളിലും വെള്ളം കയറി. അങ്ങനെ അവരുടെ ഖബറുകൾ തുറന്നപ്പോൾ അവയിൽ 2 തുണികൾ കിടക്കുന്നുണ്ടായിരുന്നു. ഈ നിവേദനം വിവരിക്കുന്ന ആൾ പറയുന്നു, അദ്ദേഹത്തിൻ്റെ മുഖത്ത് പരുക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈ അദ്ദേഹത്തിൻ്റെ പരുക്കിന് മുകളിൽ ഉണ്ടായിരുന്നു. തുടർന്നുള്ള നിവേദനം ഏതായാലും അസംഭാവ്യമാകുന്നു. ഞാൻ അതും വിവരിക്കാം. ഈ വിവരണത്തിൽ തൃപ്തിയുണ്ട് എന്നല്ല, ചില ചരിത്ര പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നു. വായനക്കാർ പലരും അത് വായിച്ചിരിക്കാം. അതുകൊണ്ട് ഇവിടെ വിവരിക്കുകയാണ്. അതിൽ കുറച്ച് അതിശയോക്തിയും കലർന്നിട്ടുണ്ടാകാം. ഏതായാലും അദ്ദേഹം പറയുന്നു, പരുക്ക് പറ്റിയ സ്ഥലത്ത് നിന്ന് കൈയെടുത്ത് മാറ്റിയപ്പോൾ ആ മുറിവിൽ നിന്ന് ചോര വരാൻ തുടങ്ങി. ഇത് സംഭവ്യമല്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൈ തിരികെ മുറിവിൽ വെച്ചപ്പോൾ രക്തം വരുന്നത് നിലച്ചു. ഏതായാലും ഇത്തരത്തിലുള്ള ചില നിവേദനങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട്. അത് വിമർശനാത്മകവുമാകുന്നു. ജാബിർ ബിൻ അബ്ദുള്ള പറയുന്നു, ഞാൻ എൻ്റെ പിതാവിനെ ഉറങ്ങിക്കിടക്കുന്ന പോലെയാണ് കണ്ടത്. വാസ്തവത്തിൽ 6 മാസം ശേഷം അദ്ദേഹത്തെ പുറത്തെടുപ്പോൾ മാംസത്തിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിരുന്നു. എന്നിരിക്കെ 46 വർഷങ്ങൾക്ക് ശേഷം ഒരു മാറ്റവും ഉണ്ടാകാതിരിക്കാൻ സാധ്യമേ അല്ല. എല്ലുകൾ പോലും ഉണ്ടായിരിക്കുകയില്ല. പ്രകൃതി നിയമമാണിത്. ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സാധ്യമല്ല. ഹദ്റത്ത് ജാബിർ ബിൻ അബ്ദുള്ള പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ജാബിർ, നീ വളരെ ദുഃഖിതനായി കാണപ്പെടുന്നുവല്ലോ. ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ പിതാവ് ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി. കടവും സന്താനങ്ങളെയും ബാക്കിയാക്കിയിട്ടാണ് പോയത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു നിന്റെ പിതാവുമായി എങ്ങനെയാണ് കൂടിക്കാഴ്ച നടത്തിയതെന്ന സന്തോഷ വാർത്ത ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, പറഞ്ഞു തന്നാലും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ഒരു മറയുടെ പിന്നിൽ നിന്നല്ലാതെ ആരോടും സംസാരിച്ചിട്ടില്ല. അതായത് മറയുടെ പിന്നിൽ നിന്ന് മാത്രമേ ആരോടും സംസാരിച്ചിരുന്നുള്ളൂ. എന്നാൽ അള്ളാഹു നിന്റെ പിതാവിനെ ജീവിപ്പിക്കുകയും പിന്നെ അദ്ദേഹത്തോട് മുഖാമുഖം സംസാരിക്കുകയും ചെയ്തു. പറഞ്ഞു, അല്ലയോ എൻ്റെ ദാസ, നീ എന്നോട് ചോദിക്കൂ, ഞാൻ നിനക്ക് നൽകാം. അദ്ദേഹം പറഞ്ഞു, എൻ്റെ നാഥ, നീ എനിക്ക് വീണ്ടും ജീവിതം തന്നാലും ഞാൻ നിന്റെ മാർഗത്തിൽ വീണ്ടും വധിക്കപ്പെടുന്നതാണ്. ഒരു നിവേദനത്തിൽ പറയുന്നു, ആ സന്ദർഭത്തിൽ ഹദ്റത്ത് അബ്ദുള്ള പറഞ്ഞു, എൻ്റെ നാഥ, ഞാൻ നിന്നോടുള്ള ആരാധനയുടെ കർത്തവ്യങ്ങൾ യഥാവിധി ചെയ്തിട്ടില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് നീ എന്നെ വീണ്ടും ലോകത്തേക്ക് അയക്കണമെന്നും അങ്ങനെ നിന്റെ നബിയോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യുകയും നിന്റെ മാർഗത്തിൽ വീണ്ടും വധിക്കപ്പെടണമെന്നുമാണ്. അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഒരിക്കൽ മരിക്കുന്നവൻ വീണ്ടും ലോകത്തേക്ക് തിരിച്ചറിയിക്കപ്പെടുകയില്ലെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ അമർ അള്ളാഹുവിനോട് പറഞ്ഞു, എൻ്റെ ശേഷക്കാർക്ക് ഈ കാര്യം അറിയിച്ചാലും. ആ സന്ദർഭത്തിൽ അള്ളാഹു വലാ തഹസബനല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വധിക്കപ്പെടുന്നവരെ ഒരിക്കലും മൃതന്മാരെന്ന് നിങ്ങൾ ധരിക്കരുത്, മറിച്ച് അവർ ജീവനുള്ളവരാകുന്നു. അവർക്ക് അവരുടെ നാഥൻ്റെ പക്കൽ നിന്ന് ഭക്ഷണം നൽകപ്പെടുന്നു എന്ന ആയത്ത് ഇറങ്ങുകയുണ്ടായി. ഈ ആയത്ത് ഞാൻ നേരത്തെയും ജാബിർ ബിൻ അബ്ദുല്ലാഹിനെ സംബന്ധിച്ച് വിവരിച്ചതാണ്. അള്ളാഹുവും ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ അമർ തമ്മിലുള്ള സംഭാഷണം സംബന്ധിച്ച് സംഭവത്തിൻ്റെ വിശദീകരണം ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി ഖിലാഫത്തിന് മുമ്പുള്ള തൻ്റെ ഒരു പ്രഭാഷണത്തിൽ ഇങ്ങനെ വിവരിക്കുന്നു. ഈ സംഭവത്തിൽ വിവിധ തരത്തിലുള്ള ആകർഷണീയതകളുണ്ട്. ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ഒരു പുതിയ അനുപമ സൗന്ദര്യം കാണപ്പെടുന്നു. മറ്റെല്ലാ കാര്യങ്ങൾക്കും പുറമെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് എങ്ങനെയാണ് തൻ്റെ റബ്ബുമായുള്ള ബന്ധമെന്നും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ദാസന്മാരോട് വാത്സല്യം കാണിക്കുകയും റബ്ബുമായി ഹൃദയം കൊരുത്തു വയ്ക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു ഭാഗത്ത് തൻ്റെ സഹാബാക്കളിലേക്ക് ചായ്വുണ്ടായിരുന്നു, മറുഭാഗത്ത് തൻ്റെ അത്യുന്നതനായ സുഹൃത്തുമായി
തുടർച്ചയായി ബന്ധം നിലനിർത്തുകയും ചെയ്യുന്നു. ആ മഹാത്മാവ് സമാധാന ഘട്ടത്തിൽ സുമ്മദന ഫതദല്ല എന്നതിൻ്റെ ഉന്നതമായ ചക്രവാളത്തിൽ വിരാജിക്കുന്നു. യുദ്ധാവസരത്തിലും ഒരു നിമിഷം പോലും അതിൽ നിന്ന് വേർപെട്ടില്ല. ഒരു ദൃഷ്ടി യുദ്ധമൈതാനത്തിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു, എന്നാൽ മറ്റേ ദൃഷ്ടി തൻ്റെ പ്രേമവാചനത്തിൻ്റെ കാഴ്ചയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഒരു കാത് കാരുണ്യപൂർവ്വ സഹാബാക്കളിലേക്ക് ചാഞ്ഞിരിക്കുകയായിരുന്നു, മറ്റൊന്ന് അത്യുന്നതങ്ങളിൽ തൻ്റെ റബ്ബിൻ്റെ മധുരഭാഷണം കേൾക്കുന്നതിൽ മുഴുകിയിരിക്കുകയുമായിരുന്നു. ആ പ്രേമവാചനം സ്വയം സഹാബാക്കൾക്ക് സന്തോഷം പകരുന്നു, അതേസമയം അള്ളാഹു തിരുനബിക്ക് സന്തോഷം പകർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അബ്ദുല്ലാ ബിൻ അമ്രിന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് അറിയിപ്പ് നൽകിക്കൊണ്ട് യഥാർത്ഥത്തിൽ അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് നൽകിയ സന്ദേശം എല്ലാവരേക്കാളും എന്നെ സ്നേഹിക്കുന്നു ദാസ, നോക്കൂ, നിന്നോടും അതേ തരത്തിലുള്ള അനുഗ്രഹം നാം നമ്മുടെ തിരിച്ചറിവുള്ള ദാസന്മാർ ഹൃദയത്തിൽ രൂഢമൂലമാക്കിയിരിക്കുന്നു. ഭൗതിക ലോകം വിട്ടുപിരിഞ്ഞ ശേഷം നിന്നെക്കുറിച്ചുള്ള ചിന്തകളാണ് അവർ അലട്ടുന്നത്. നിന്നെ ഒറ്റയ്ക്ക് യുദ്ധമുഖത്ത് ഉപേക്ഷിച്ചു വന്നതിൽ അവർ അങ്ങേയറ്റം അസ്വസ്ഥചിത്തരാകുന്നു. നിന്നെ ഓർക്കുമ്പോൾ അവർക്ക് സ്വർഗത്തെപ്പറ്റിയും ആഗ്രഹമില്ല. അവരുടെ ആഗ്രഹം മൂർച്ചയുള്ള വാളുമായി കൂടെ കൂടെ അരിഞ്ഞു വീഴ്ത്തപ്പെടണമെന്നും പിന്നെ വീണ്ടും വീണ്ടും നിന്റെ കൂടെ ഉണ്ടാകണമെന്നുമാകുന്നു. ഹദർ ജാബിർ ബിൻ അബ്ദുള്ള നിവേദനം ചെയ്യുന്നു, ഹദറത്ത് അബ്ദുല്ലാ ബിൻ അംർ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് കടങ്ങളുണ്ടായിരുന്നു. കടം വാങ്ങിയവരോട് അദ്ദേഹത്തിന്റെ കടം കുറവാക്കാൻ പറയുന്നതിന് ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം അഭ്യർത്ഥിച്ചു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷെ ആരും കുറയ്ക്കാൻ തയ്യാറായില്ല. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളുടെ വിവിധതരം ഈന്തപ്പഴങ്ങളെ തരംതിരിച്ചു വെക്കുക, അതായത് എല്ലാ തരത്തിൽപ്പെട്ടതിനെയും വെവ്വേറെ വെക്കുക. അജൂവ ഈന്തപ്പഴത്തെയും അസക് ബിൻ സയ്യിദ് ഈന്തപ്പഴത്തെയും വെവ്വേറെയാക്കിയതിനു ശേഷം എന്നെ അറിയിക്കുക. ഞാൻ അങ്ങനെ ചെയ്തു. തിരുനബി സവിധത്തിലേക്ക് ആളെ അയച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതനായി. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈന്തപ്പഴത്തിന്റെ കൂമ്പാരത്തിൽ അഥവാ അതിനിടയിലിരുന്നു. തുടർന്ന് പറഞ്ഞു, ഇത് അവർക്കൊക്കെ അളന്നു കൊടുക്കുക. അങ്ങനെ ഞാൻ ഓരോരുത്തർക്കും അവകാശപ്പെട്ട അത്രയും അളന്നു കൊടുത്തു. എന്നിട്ടും എൻ്റെ ഈന്തപ്പഴം ബാക്കിയായി. അതിൽ അല്പം പോലും കുറവ് വന്നിട്ടില്ല എന്നാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഹദരത്ത് അബ്ദുല്ലാ ബിൻ അംർ തൻ്റെ സംതൃപ്ത കുടുംബത്തിൽ തൻ്റെ മകൻ ഹദരത്ത് ജാബിർ ബിൻ അബ്ദുല്ലയെ കൂടാതെ 6 പെൺമക്കളെയും ഉണ്ടായിരുന്നു. ഉപേക്ഷിച്ചാണ് പോയത്. ഹദരത്ത് ബുഖാരിയിലുള്ളൊരു നിവേദനം അനുസരിച്ച് ഹദരത്ത് അബ്ദുല്ലാ ബിൻ അംറിന്റെ സംതൃപ്ത കുടുംബത്തിൽ 7 or 9 പെൺമക്കൾ ഉണ്ടായിരുന്നു. അടുത്തതായി അനുസ്മരിക്കുന്ന സഹാബിയുടെ പേര് അബൂ ദുജാന എന്നാകുന്നു. അതായത് അബൂ ദുജാന ഹദരത്ത് സമ്മാഖ് ബിൻ ഖർഷ. ഹദരത്ത് അബൂ ദുജാന അൻസാർ ഗോത്രമായ ഖദർജിന്റെ ശാഖയായ ബനു സാദയിൽപ്പെട്ട ആളായിരുന്നു. ഹദരത്ത് അബൂ ദുജാനയുടെ പിതാവിന്റെ പേര് ഹർഷ എന്നാകുന്നു. ചിലർ ഔസ് എന്ന് പേര് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിതാമഹന്റെ പേരാണ് ഹർഷ എന്ന് പറയപ്പെടുന്നു. ഹദരത്ത് അബൂ ദുജാനയുടെ മാതാവിന്റെ പേര് ഹസ്മ ബിൻ ഹർമല എന്നാകുന്നു. അദ്ദേഹം തന്റെ പേരിനോടൊപ്പം അബൂ ദുജാന എന്ന പേരിലാണ് ഏറെ പ്രസിദ്ധനായത്. ഹദരത്ത് അബൂ ദുജാനയ്ക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു, ഖാലിദ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് ആമിന ബിൻ അംർ എന്നായിരുന്നു. ഹദരത്ത് ഉത്ബ ബിൻ ഗസ്വാൻ മക്കയിൽ നിന്ന് പലായനം ചെയ്ത് മദീനയിലെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഹദരത്ത് അബൂ ദുജാനയുമായി സഹോദര്യത്തിലാക്കി. ഹദരത്ത് അബൂ ദുജാന ബദർ, ഉഹദ് തുടങ്ങി എല്ലാ യുദ്ധങ്ങളിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഹദരത്ത് അബൂ ദുജാന അൻസാറുകളിലെ ഉന്നത സഹാബകളിൽ ഉൾപ്പെടുന്നു. അദ്ദേഹത്തിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ യുദ്ധങ്ങളിൽ പ്രകടമായ സ്ഥാനമുണ്ടായിരുന്നു. യുദ്ധാവസരത്തിൽ ഹദരത്ത് അബൂ ദുജാന വളരെ ധൈര്യം പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം മികച്ച കുതിരപ്പടയാളിയായിരുന്നു. അദ്ദേഹത്തിന്റെ പക്കൽ ചുവന്ന നിറത്തിലുള്ള ഒരു ഉറുമാൽ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം യുദ്ധാവസരത്തിൽ തലയിൽ കെട്ടിയിരുന്നു. അദ്ദേഹം ആ ചുവന്ന ഉറുമാൽ തലയിൽ കെട്ടുമ്പോൾ അദ്ദേഹം യുദ്ധത്തിന് തയ്യാറായി എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഹദരത്ത് അബൂ ദുജാന ധൈര്യപൂർവ്വം സ്ഥൈര്യവുമുള്ള ആളുകളിലാണ് ഗണിക്കപ്പെട്ടിരുന്നത്. മുഹമ്മദ് ബിൻ ഇബ്രാഹിം തന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ഹദരത്ത് അബൂ ദുജാന യുദ്ധങ്ങളിൽ അദ്ദേഹത്തിന് ചുവന്ന തലപ്പാവ് കാരണം തിരിച്ചറിയപ്പെട്ടിരുന്നു. ബദർ യുദ്ധത്തിലും അത് അദ്ദേഹത്തിന് ശിരസിലുണ്ടായിരുന്നു. മുഹമ്മദ് ബിൻ ഉമർ പറയുന്നു, ഹദരത്ത് അബൂ ദുജാന ഉഹദ് യുദ്ധത്തിലും അതേ രീതിയിൽ തന്നെയാണ് പങ്കെടുത്തത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉറച്ചു നിൽക്കുകയുണ്ടായി. മരണത്തിന് തയ്യാറാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബയ്യത്ത് ചെയ്തു. ഉഹദ് യുദ്ധത്തിൽ ഹദ്റത്ത് അബൂ ദുജാനയും ഹദ്റത്ത് മുസ്അബ് ബിൻ ഉമൈറും നല്ലപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിരോധം തീർക്കുകയുണ്ടായി. ഹദ്റത്ത് അബൂ ദുജാനയ്ക്ക് നല്ലപോലെ പരിക്കേറ്റു. ഹദ്റത്ത് മുസ്അബ് ബിൻ ഉമൈർ ഷഹീദാവുകയും ചെയ്തു. ഹദ്റത്ത് അനസ് നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിന്റെ ദിവസം ഒരു വാൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു, മൻ യഖുദ് മിന്നി ഹാദാ, ഇത് ആരാണ് എന്നിൽ നിന്ന് വാങ്ങുക? എല്ലാവരും കൈ നീട്ടി. അവരിൽ ഓരോരുത്തരും ഞാൻ എന്ന് പറയുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ യഖുദുഹു ബിഹഖ്ഖി, ആരാണ് ഇതിന്റെ കടമ യഥാവിധി പൂർത്തിയാക്കുക? ഹദ്റത്ത് അനസ് പറയുന്നു, അപ്പോൾ ജനങ്ങൾ പിന്മാറി. പക്ഷേ ഹദ്റത്ത് സമ്മാക്ക് ബിൻ ഖർഷ അബൂ ദുജാന പറഞ്ഞു, ഞാൻ അതിന്റെ ഉത്തരവാദിത്വത്തോടെ ഏൽക്കാൻ തയ്യാറാണ്. ഹദ്റത്ത് അനസ് പറയുന്നു, അദ്ദേഹം ആ വാൾ ഏറ്റെടുക്കുകയും നിശ്ചയിതുകളുടെ തല കൊയ്യുകയും ചെയ്തു. ഇത് മുസ്ലിമുള്ള ഹദീസാകുന്നു. മറ്റു നിവേദനത്തിൽ പറയുന്നു, ഹദ്റത്ത് അബൂ ദുജാന ചോദിച്ചു, ഇതിന്റെ കടമ എന്താകുന്നു? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതുകൊണ്ടൊരു മുസ്ലിമിനെയും വധിക്കരുത്. ഇത് ഉണ്ടായിരിക്കെ കാഫിര്യങ്ങളുമായുള്ള പോരാട്ടത്തിൽ നീ തിരിഞ്ഞോടരുത്, അതായത് ഉറച്ചു നിന്ന് പൊരുതണം. അപ്പോൾ ഹദ്റത്ത് അബൂ ദുജാന പറഞ്ഞു, ഞാൻ ഈ വാൾ അതിന്റെ ഉത്തരവാദിത്തോടെ ഏറ്റെടുത്തു കൊള്ളുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അബൂ ദുജാനയ്ക്ക് വാൾ കൊടുത്തപ്പോൾ അദ്ദേഹം നിഷേധികളുടെ തല കൊയ്തെടുത്തു. അപ്പോൾ ഈ ഈരടികൾ ചൊല്ലുന്നുണ്ടായിരുന്നു, അനല്ലദി ഫാദനി ഖലീലി വനഹനു ബിസഫി ലദുൻ നഖീൽ അല്ലാ അഖൂമ ദഹറ ഫിൽ ഖുയൂൽ അസ്രിബ് ബിസൈഫില്ലാഹി വർ-റസൂൽ. എൻ്റെ സുഹൃത്ത് എന്നിൽ നിന്ന് വാഗ്ദാനം എടുത്തിരിക്കുന്നു, ഞങ്ങൾ അന്ന് സഫ എന്ന സ്ഥലത്ത് ഈന്തപ്പന വൃക്ഷങ്ങൾക്കരികെയായിരുന്നു. ആ വാഗ്ദാനം ഇപ്രകാരമാണ്, സൈന്യത്തിന്റെ പിന്നണിയിൽ നിൽക്കരുത്, അള്ളാഹുവിന്റെ റസൂലിനെ വാൾ കൊണ്ട് ശത്രുക്കൾക്കെതിരിൽ പൊരുതണം. ഹദ്റത്ത് അബൂ ദുജാന ഗർവോടുകൂടി സൈന്യത്തിന്റെ അണികളിലൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദിഹി മിഷിയത്തുൻ യബ്ഗിദുഹാ യബ്ഗിദുല്ലാഹു അസ്സ വജല്ല ഇല്ലാ ഫീ ഹാദൽ മഖാം. ഇങ്ങനെ നടക്കുന്ന അള്ളാഹുവിന് ഇഷ്ടമല്ല ഈ സ്ഥലത്ത്, അതായത് യുദ്ധാവസരത്തിലൊഴികെ. ഹദ്റത്ത് സുബൈർ ബിൻ അവ്വാം നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധ ദിവസം ഒരു വാൾ കാണിച്ചിട്ട് പറഞ്ഞു, മൻ യഖുദു ഹാദിഹി സൈഫ് ബിഹഖ്ഖിഹി, ഈ വാൾ അതിന്റെ ഉത്തരവാദിത്തോടെ ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഹദ്റത്ത് സുബൈർ പറയുന്നു, ഞാൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ തയ്യാറാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിൽ നിന്ന് മുഖം തിരിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, ഈ വാൾ യഥാവിധി ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വീണ്ടും എന്നിൽ നിന്ന് മുഖം തിരിച്ചു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, ഈ വാൾ അതിന്റെ കർത്തവ്യങ്ങൾ ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഹദ്റത്ത് അബൂ ദുജാന സമ്മാക്ക് ബിൻ ഖർഷ എഴുന്നേറ്റെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഈ വാൾ അതിന്റെ കടമകളുമായി ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. അതിന്റെ കടമകൾ എന്താണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതുകൊണ്ടൊരു മുസ്ലിമിനെ വധിക്കരുത്. ഇതുണ്ടായിരിക്കെ ഒരു നിഷേധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടരുത്, ഉറച്ചു നിന്ന് പൊരുതണം. ഹദ്റത്ത് സുബൈർ പറയുന്നു, തുടർന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാൾ അബൂ ദുജാനയ്ക്ക് കൊടുത്തു. അബൂ ദുജാന യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ചുവന്ന ഉറുമാൽ തല്ലിൽ കെട്ടിയിരുന്നു. ഹദ്റത്ത് സുബൈർ പറയുന്നു, ഇദ്ദേഹം എങ്ങനെയാണ് ഈ വാളിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതെന്ന് നോക്കണമെന്ന് ഞാൻ കരുതി. ഹദ്റത്ത് സുബൈർ പറയുന്നു, അബൂ ദുജാന തന്റെ മുന്നിൽ വരുന്നവരെ ഓരോരുത്തരെയും ഈ വാൾ കൊണ്ട് വെട്ടിവീഴ്ത്തിക്കൊണ്ട് മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ശത്രു സൈന്യത്തെ ഭേദിച്ച് അവരുടെ സ്ത്രീകളുടെ അടുക്കൽ വരെ എത്തി. അവർ പർവ്വതത്തിന് താഴ്വാരത്ത് ദഫ്മുട്ടുകയായിരുന്നു. അതിലൊരു സ്ത്രീ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അതൊരു ഈരടിയാണ്. അതിന്റെ തർജ്ജമ ഇപ്രകാരമാണ്, ഞങ്ങൾ പ്രഭാത നക്ഷത്രമായ താരിഖിന്റെ മക്കളാകുന്നു, അത് മേഘങ്ങളിലൂടെയാണ് നീങ്ങുന്നത്. നിങ്ങൾ മുന്നോട്ട് വന്നാൽ ഞങ്ങൾ ആലിംഗനം ചെയ്യുന്നതാണ്. വിശ്രമിക്കാൻ പഴുതുകൾ നോക്കുകയും പിന്മാറുകയുമാണെങ്കിൽ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നു മാറുന്നതാണ്. ഈ അകൽച്ച കാരണം പിന്നെ നിങ്ങളും ഞങ്ങളും തമ്മിൽ യാതൊരു ബന്ധവും ബാക്കിയാകുന്നതല്ല. ഹദ്റത്ത് സുബൈർ പറയുന്നു, അബൂ ദുജാന ഒരു സ്ത്രീയെ വെട്ടുന്നതിന് വേണ്ടി വാളുയർത്തിയെങ്കിലും പിന്മാറുന്നത് ഞാൻ കണ്ടു. യുദ്ധം അവസാനിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളൊരു സ്ത്രീക്ക് നേരെ കൈയുയർത്തി പിന്നെ താഴ്ത്താൻ കാരണം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാളിനെ
ആദരിച്ചതാണ്. അതുകൊണ്ട് ഒരു സ്ത്രീയെ ആക്രമിക്കുന്നത് ശരിയല്ല. ഏതെങ്കിലും സ്ത്രീയെ ആക്രമിക്കാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വാൾ ഉപയോഗിക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ അത് താഴ്ത്തിയത്. ഒരു നിവേദനത്തിൽ പറയുന്നു, ആ സ്ത്രീ അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദായിരുന്നു. അവർ മറ്റ് സ്ത്രീകളോടൊപ്പം ചേർന്ന് ഗാനം ആലപിക്കുകയായിരുന്നു. ഹദരത്ത് അബൂ ദുജാന തന്റെ വാൾ ഉയർത്തിയപ്പോൾ അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, യേ സഹർ. ആരും സഹായിക്കാനെത്തിയില്ല. തുടർന്ന് ഹദരത്ത് അബൂ ദുജാന വാൾ താഴ്ത്തി തിരികെ വന്നു. ഹദരത്ത് സുബൈർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാൾ കൊണ്ട് നിരാലംബയായ ഒരു സ്ത്രീയെ വധിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല. ഹദരത്ത് അബൂ ദുജാനയുടെ ഈ സംഭവം അനുസ്മരിച്ചുകൊണ്ട് ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് സീറത്ത് ഖാത്തമുൻ നബീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, യുദ്ധത്തിൽ ശത്രുക്കൾക്ക് പരാജയം അനുഭവിക്കേണ്ടി വന്നപ്പോൾ നിഷേധികൾ ദേഷ്യത്തിൽ അക്രമോത്സുകരായി. മുസ്ലിങ്ങളും തക്ബീർ വിളിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിച്ചു. ഇരു സൈന്യങ്ങളും മുഖാമുഖം വന്നു. ഒരുപക്ഷെ ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വാളെടുത്തുകൊണ്ട് ചോദിച്ചു, ആരാണ് ഈ വാളേറ്റെടുത്ത് അതിന്റെ കടമ നിർവഹിക്കുക? നിരവധി സഹാബാക്കൾ അഭിമാനമായി കരുതി തങ്ങളുടെ കൈ ഉയർത്തി. അവരിൽ ഹദരത്ത് ഉമറും സുബൈറും മറ്റൊരു നിവേദനം ഹദരത്ത് അബൂബക്കറും ഹദരത്ത് അലിയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈ ഉയർത്താതെ വീണ്ടും ആരെങ്കിലും അതിന്റെ കടമ പൂർത്തിയാക്കാൻ കഴിയുന്നവരുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അബൂ ദുജാന അൻസാരി തന്റെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് തന്നാലും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാൾ അദ്ദേഹത്തിന് നൽകി. അബൂ ദുജാന അത് കയ്യിലേന്തിക്കൊണ്ട് അഭിമാനപൂർവ്വം ഗർവോടുകൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ ശത്രുക്കളിലേക്ക് നീങ്ങി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, അള്ളാഹുവിന് ഇങ്ങനെ നടക്കുന്നത് ഇഷ്ടമല്ല, എന്നാൽ ഇത്തരം സന്ദർഭത്തിൽ അനിഷ്ടകരവുമല്ല. സുബൈർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാൾ കരസ്ഥമാക്കാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. അടുത്ത ബന്ധുവെന്ന നിലയ്ക്ക് തന്റെ അവകാശമാണെന്ന് ധരിച്ചിരുന്നു. ഹൃദയാന്തരാളത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് തനിക്ക് അത് നൽകാതെ അബൂ ദുജാനയ്ക്ക് കൊടുത്തു എന്ന കാര്യത്തിൽ അസ്വസ്ഥതയുണ്ടായിരുന്നു. ഈ അസ്വസ്ഥത പരിഹരിക്കാൻ അബൂ ദുജാനയ്ക്കൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹം അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത് നോക്കാൻ മനസ്സിൽ ശപഥം ചെയ്തു. അദ്ദേഹം പറയുന്നു, അബൂ ദുജാന തലയിൽ ഒരു ചുവന്ന തുണി കെട്ടി ഈ വാളുമായി സ്തുതിഗീതങ്ങൾ മൂളിക്കൊണ്ട് നിഷേധികളുടെ അണികൾക്കിടയിലേക്ക് കടന്നു കയറി. ഞാൻ കണ്ടത് അദ്ദേഹം പോകുന്നിടങ്ങളിലെല്ലാം മരണം വിധിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന ഒരാൾ രക്ഷപ്പെട്ടതായി ഞാൻ കണ്ടില്ല. എത്രത്തോളം എന്നാൽ അദ്ദേഹം ഖുറൈശി സൈന്യത്തിനിടയിലൂടെ തന്റെ വഴി തെളിച്ചുകൊണ്ട് മുന്നോട്ട് മറുഭാഗത്തെത്തി. അവിടെ ഖുറൈശി സ്ത്രീകൾ നിൽക്കുന്നുണ്ടായിരുന്നു. അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ വളരെ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി തങ്ങളുടെ പുരുഷന്മാർക്ക് ആവേശം പകരുകയായിരുന്നു. അദ്ദേഹം അവർക്ക് മുന്നിലെത്തി വാളുയർത്തി. അപ്പോൾ ഹിന്ദ വളരെ ഉച്ചത്തിൽ നിലവിളിച്ചു, തന്റെ ജനങ്ങളെ സഹായത്തിന് വിളിച്ചു. എന്നാൽ ആരും തന്നെ അവരുടെ സഹായത്തിനെത്തിയില്ല. സുബൈർ പറയുന്നു, ആ സമയത്ത് അബൂ ദുജാന സ്വയം തന്റെ വാൾ താഴ്ത്തി പിന്നോട്ട് മാറുന്നത് കാണാനിടയായി. സുബൈർ നിവേദനം ചെയ്യുന്നു, ആ സമയത്ത് ഞാൻ അബൂ ദുജാനയോട് ചോദിച്ചു, ആദ്യം താങ്കൾ വാൾ ഉയർത്തിയെങ്കിലും പിന്നെ അത് താഴ്ത്താൻ എന്താണ് കാരണം? അദ്ദേഹം പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാൾ ഏതെങ്കിലും സ്ത്രീക്ക് നേരെ ഉപയോഗിക്കാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ആ സ്ത്രീയുടെ അടുത്താകട്ടെ സംരക്ഷിക്കാൻ ഒരു പുരുഷൻ പോലുമില്ലായിരുന്നു. സുബൈർ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാളിന്റെ ഉത്തരവാദിത്വം അബൂ ദുജാന യഥാവിധി നിറവേറ്റിയതായി എനിക്ക് ബോധ്യമായി. ഒരുപക്ഷെ എനിക്കതിന് കഴിയുമായിരുന്നില്ല. എൻ്റെ മനസ്സിൽ അസ്വസ്ഥതയും മാറിക്കെട്ടി. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനി ഈ സംഭവം ഇങ്ങനെ വിവരിക്കുന്നു, ഉഹദ് യുദ്ധത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാൾ എടുത്തിട്ട് പറഞ്ഞു, ഈ വാൾ അതിന്റെ കടമ യഥാവിധി നിറവേറ്റാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന വ്യക്തിക്ക് ഞാൻ നൽകുന്നതാണ്. നിരവധി ആളുകൾ ആ വാൾ കരസ്ഥമാക്കാൻ എഴുന്നേറ്റെങ്കിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്തുത വാൾ അബൂ ദുജാന അൻസാരിക്കാണ് നൽകിയത്. യുദ്ധത്തിൽ ഒരിടത്ത് മക്കക്കാരുടെ കുറച്ച് സൈനികർ അബൂ ദുജാനയെ ആക്രമിച്ചു. അപ്പോൾ അദ്ദേഹം അവരുമായി ഏറ്റുമുട്ടുകയായിരുന്നു. ഒരു സൈനികൻ വളരെ ആവേശത്തോടെ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം തന്നെ വാളെടുത്ത് അയാളുടെ അടുത്തേക്ക് കുതിച്ചു. തുടർന്ന് അയാളെ ഒഴിവാക്കി തിരിച്ചു വന്നു. അതായത് ഹദരത്ത് ദുജാന വാളെടുത്ത് അയാളിലേക്ക് ഓങ്ങിയെങ്കിലും തിരിച്ചു വന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ ആരോ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അയാൾ ഒഴിവാക്കിയത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ വ്യക്തിയുടെ അടുത്തേക്ക് പോയപ്പോൾ അയാൾ ഒരു വാക്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ അയാൾ
ഒരു കാര്യം പറഞ്ഞതിൽ നിന്ന് അത് പുരുഷനാണെന്ന് സ്ത്രീയാണെന്നും എനിക്ക് ബോധ്യമായി. അതായത് ഇത് അയാളുടെ ഒരു സുഹൃത്ത് പറഞ്ഞു തന്നു, ഏതായാലും സൈനികരെ പോലെ യുദ്ധം ചെയ്തിരുന്നു, പിന്നെ എന്തിനാണ് താങ്കൾ അവരെ വെറുതെ വിട്ടത്? അബൂദുജാന പറഞ്ഞു, തിരുവിശ്വാസം തന്നുവിട്ട വാൾ ഏതെങ്കിലും ദുർബല സ്ത്രീയെ ആക്രമിക്കാൻ വേണ്ടി ഉയർത്തുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതത് മുസ്ലിം മോദ് പറയുന്നു, തിരുവിശ്വാസം സ്ത്രീകളെ ബഹുമാനിക്കാനും ആദരിക്കാനും എപ്പോഴും ഉപദേശിച്ചിരുന്നു. അത് കാരണം നിഷേധികളെ സ്ത്രീകൾ മുസ്ലിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ധൈര്യപൂർവ്വം ശ്രമിച്ചിരുന്നു. എന്നിട്ടും മുസ്ലിങ്ങൾ ഇക്കാര്യങ്ങളെ സഹിച്ചുകൊണ്ടിരുന്നു. അബൂദുജാനയെ സംബന്ധിച്ച് സുപ്രസിദ്ധ പാശ്ചാത്യ എഴുത്തുകാരൻ സർ വില്യം എഴുതുന്നു, യുദ്ധാരംഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വാൾ എടുത്തുകൊണ്ട് പറഞ്ഞു, ഈ വാൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടോ? ഉമർ, സുബൈർ തുടങ്ങി നിരവധി സഹാബാക്കൾ അത് ഏറ്റെടുക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെല്ലാം നിരാകരിച്ചു. അവസാനം അബൂദുജാന ആവശ്യപ്പെട്ടപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകി. അദ്ദേഹം അതുകൊണ്ട് ശത്രുക്കളുടെ ശരീരം ശിരസിൽ നിന്ന് അറുത്തു മാറ്റി. തുടർന്ന് എഴുതുന്നു, മുസ്ലിങ്ങളുടെ ഭയാനകമായ ആക്രമണത്തിന് മുന്നിൽ മക്കക്കാരുടെ സൈന്യത്തിന് ചുവടുകൾ പിഴയ്ക്കാൻ തുടങ്ങി. ഖുറൈശികളുടെ സൈനിക സംഘങ്ങൾ പല പ്രാവശ്യം ഇസ്ലാമിക സൈന്യത്തിന്റെ ഇടതുഭാഗത്തൂടെ ആക്രമണം നടത്താൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എല്ലാ പ്രാവശ്യവും അവർക്ക് 50 പേരടങ്ങുന്ന സംഘത്തിന്റെ ശരവർഷമേറ്റ് പിന്മാറേണ്ടി വന്നു. ഈ സംഘത്തെ തിരുവിശ്വാസം പ്രത്യേകമായി തയ്യാറാക്കിയതാണ്. ബദർ യുദ്ധത്തിൽ കാണിച്ചിരുന്നത് പോലെ ഉഹദിന്റെ രണാങ്കണത്തിലും മുസ്ലിങ്ങൾ ധൈര്യത്തിലും സ്ഥൈര്യത്തിലും മരണത്തിലും വിപുലഘട്ടത്തിലും അതേ കുസലില്ലായ്മയാണ് പ്രകടിപ്പിച്ചത്. മക്കക്കാരുടെ സൈനിക അണികൾ പൊട്ടിച്ചിതറിക്കൊണ്ടിരുന്നു. അപ്പോൾ അബൂദുജാന തന്റെ തലയിൽ ചുവന്ന റുമാൽ കെട്ടി അവരെ ആക്രമിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വാൾ കൊണ്ട് അദ്ദേഹം 4 പാടും മരണം വിതയ്ക്കുന്നുണ്ടായിരുന്നു. ഹംസ തന്റെ തലയിൽ ഒട്ടകപ്പക്ഷിയുടെ തൂവൽ കൊണ്ടുള്ള തൊപ്പിയും വെച്ച് എല്ലാ സ്ഥലത്തും കാണപ്പെടുന്നുണ്ടായിരുന്നു. അലി തന്റെ നീളമുള്ള വെള്ളക്കൊടിയും സുബൈർ തന്റെ തിളങ്ങുന്ന മഞ്ഞ തലപ്പാവുമായി ഏലിയറ്റ് ഫോഴ്സിനെ പോലെ പോകുന്നിടത്തെല്ലാം ശത്രുക്കൾക്ക് മരണത്തിൻ്റെയും അസ്വസ്ഥതയുടെയും സന്ദേശമാണ് നൽകിയിരുന്നത്. ഈ കാഴ്ചകളാണ് പിന്നീട് ഇസ്ലാമിക വിജയങ്ങളുടെ ഹീറോകളും സുശിക്ഷിതരുമാക്കിയത്. ഞാൻ ഈ വിവരിച്ചതെല്ലാം സീറത്ത് ഖാത്തമുൻ നബിയിൽ വന്നതാണ്. ഹദരത്ത് ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ തൻ്റെ മകൾ ഫാത്തിമയ്ക്ക് തൻ്റെ വാൾ കൊടുത്തിട്ട് പറഞ്ഞു, മോളെ ഇതിലെ ചോര തുറച്ച് വൃത്തിയാക്കുക. ഹദരത്ത് അലിയും തൻ്റെ വാൾ കൊടുത്തിട്ട് അത് വൃത്തിയാക്കാൻ പറഞ്ഞു. ഇത് ഇന്ന് എനിക്ക് നല്ല പോലെ ഉപകാരപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന് നിങ്ങൾ യുദ്ധത്തിൽ യഥാവിധി കടമ നിറവേറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായും സഹൽ ബിൻ ഹനീഫും കടമ നിറവേറ്റിയെങ്കിൽ തീർച്ചയായും സഹൽ ബിൻ ഹനീഫും ഹദരത്ത് ദുജാനിയും യുദ്ധത്തിൽ കടമകൾ പൂർത്തിയാക്കിയവർ തന്നെയാണ്. ഒരു നിവേദനത്തിൽ സഹൽ ബിൻ ഹനീഫ് എന്നതിന് പകരം ഹാരിസ് ബിൻ സമ എന്നാണ് വന്നിട്ടുള്ളത്. സെയ്ദ് ബിൻ അസ്ലം നിവേദനം ചെയ്യുന്നു, ഹദരത്ത് അബൂ ദുജാന രോഗിയായപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കലെത്തി. അപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം തിളങ്ങുന്നുണ്ടായിരുന്നു. ആര് ചോദിച്ചു, താങ്കളുടെ മുഖം എന്തുകൊണ്ടാണ് തിളങ്ങുന്നത്? ഹദരത്ത് അബൂ ദുജാന പറഞ്ഞു, എൻ്റെ കർമ്മങ്ങളിൽ 2 കാര്യങ്ങൾ എൻ്റെ വീക്ഷണത്തിൽ വളരെ ഭാരമേറിയതും ഉറപ്പുള്ളതുമാകുന്നു. 1, ഞാനുമായി ബന്ധമില്ലാത്തൊരു കാര്യവും ഞാൻ പറയാറില്ല. 2, എൻ്റെ ഹൃദയം മുസ്ലിങ്ങളെ സംബന്ധിച്ച് സംശുദ്ധമാകുന്നു. ഹദരത്ത് അബൂ ദുജാന യമാമ യുദ്ധത്തിൽ ഷഹീദായി. മുസ്ലിം കസാബ് റസൂൽ വഫാത്തിന് ശേഷം കള്ളനുബൂത്ത് വാദവുമായി മദീനയിലേക്ക് സൈനിക നീക്കം നടത്താൻ ആഗ്രഹിച്ചു. അപ്പോൾ ഹദരത്ത് അബൂബക്കർ അയാളെ തുരത്തുന്നതിന് വേണ്ടി ഹിജ്റ 12 ഒരു സൈന്യത്തെ അയക്കുകയുണ്ടായി. ഹദരത്ത് അബൂ ദുജാനയും ഈ സൈന്യത്തിന്റെ ഭാഗമായിരുന്നു. ഹദരത്ത് അബൂ ദുജാന യമാമ യുദ്ധത്തിൽ ശക്തമായി പൊരുതി ഷഹാദത്ത് പദവി കരസ്ഥമാക്കി. പുരാതന അറേബ്യൻ ഗോത്രമായ ബനു ഹനീഫയുടെ ഒരു വലിയ വിഭാഗം മുസ്ലിം കസാബിന് കീഴിൽ മദീനയ്ക്കെതിരെ കലാപം തുടങ്ങി. അവർക്ക് യമാമയിൽ തോട്ടമുണ്ടായിരുന്നു. അതിലവർ ഒന്നിച്ചുകൂടി യുദ്ധം ചെയ്യുകയായിരുന്നു. മുസ്ലിങ്ങൾക്ക് അകത്ത് കടക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഹദരത്ത് അബൂ ദുജാന മുസ്ലിങ്ങളോട് പറഞ്ഞു, എന്നെ നിങ്ങൾ തോട്ടത്തിലേക്ക് എടുത്തിടുക. മുസ്ലിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുകയുണ്ടായി. എന്നാൽ അദ്ദേഹം തിരിഞ്ഞ് വീണത് കാരണത്താൽ കാൽ പൊട്ടിപ്പോയി. എന്നിട്ടും അദ്ദേഹം തോട്ടത്തിന്റെ വാതിൽക്കൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. നിഷേധികൾ അവിടെ നിന്ന് മാറ്റി മുസ്ലിങ്ങൾ അകത്ത് പ്രവേശിച്ചു. ഹദരത്ത് അബൂ ദുജാന മുസ്ലിം കസാബിന്റെ വധത്തിൽ അബ്ദുല്ല ബിൻ സെയ്ദിന്റെയും വാശി ബിൻ ഹർബിന്റെയും കൂടെ പങ്കാളിയായിരുന്നു.
യമാമ ദിവസമാണ് അദ്ദേഹം ഷഹീദായത്. ഒരു നിവേദനത്തിൽ ഹസ്രത്ത് അബൂ ദുജാന സിഫീൻ യുദ്ധത്തിൽ ഹസ്രത്ത് അലിയുടെ ഭാഗത്തു നിന്ന് പൊരുതിക്കൊണ്ടാണ് വഫാത്തായതെന്ന് പറയുന്നു. എന്നാൽ ഈ നിവേദനം ദുർബലമാകുന്നു. നേരത്തെ പറഞ്ഞ നിവേദനമാണ് ശരിയും കൂടുതൽ ആയി വിവരിക്കപ്പെട്ടിട്ടുള്ളതും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ഇവിടെ കുറച്ച് ഭാഗങ്ങൾ വിവരിക്കാം. ഹസ്രത്ത് അബൂ ദുജാനയുമായി ബന്ധപ്പെട്ടതാകുന്നു. അബൂ ദുജാന അൻസാരിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്യുന്നതിന് മുമ്പേ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. മദീനവാസിയായിരുന്നു. ബദർ യുദ്ധത്തിൽ തിരുവനന്തപുരത്തോടൊപ്പം പങ്കെടുക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരുന്നു. വളരെ ധൈര്യപൂർവ്വം അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചതാണ്. അതുപോലെ ഉഹദ് യുദ്ധത്തിലും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ തൗഫീഖ് ലഭിച്ചിരുന്നു. യുദ്ധഗതി മാറിയ ശേഷം, അതായത് ആദ്യം മുസ്ലിം വിജയിക്കുകയായിരുന്നു, പിന്നെ ഗതി മാറുകയും വീണ്ടും ഒരു സ്ഥലം ഒഴിവാക്കിയ കാരണത്താൽ നിഷേധികൾ വീണ്ടും ആക്രമിക്കുകയും യുദ്ധഗതി മുസ്ലിങ്ങൾക്കെതിരാവുകയും ചെയ്തു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അടുത്തുണ്ടായ സഹാബാക്കളിൽ ഹദ്റത്ത് അബൂ ദുജാനയും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സംരക്ഷണ പ്രതിരോധത്തിൽ അദ്ദേഹത്തിന് വളരെയേറെ പരിക്ക് പറ്റി. പക്ഷേ പരിക്കുകൾ ഉണ്ടായിട്ടും അദ്ദേഹം പിന്മാറിയില്ല. ഒരിക്കൽ രോഗാവസ്ഥയിൽ തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഒരുപക്ഷെ എൻ്റെ 2 കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. ഒന്ന്, ഞാൻ അനാവശ്യമായി സംസാരത്തിൽ ഏർപ്പെടാറില്ല, പരദൂഷണം പറയാറില്ല, ജനങ്ങളുടെ അഭാവത്തിൽ അവരെ പറ്റി പറയാറില്ല. 2, എൻ്റെ ഹൃദയത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചും വെറുപ്പും വിദ്വേഷവുമില്ല. ഇദ്ദേഹത്തിൻ്റെ അനുസ്മരണം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഞാൻ ചില മർഹൂമീങ്ങളെ അനുസ്മരിക്കുന്നതും അവിടെ ജനാസ നമസ്കരിപ്പിക്കുന്നതുമാണ്. അതിലൊന്ന് കഴിഞ്ഞ ദിവസം ഷഹീദാക്കപ്പെട്ട ജനാബ് മഹബൂബ് ഖാൻ സാഹിബ് ബിൻ സയ്യിദ് ജലാൽ സാഹിബ് പിഷാവർ ജില്ലയുടേതാണ്. മഹബൂബ് ഖാൻ സാഹിബിനെ അഹമ്മദിയ വിരോധികൾ 2020 നവംബർ 8 രാവിലെ 8 മണിക്ക് പിഷാവറിലെ ഷേഖ് മുഹമ്മദ് എന്ന ഗ്രാമത്തിൽ ഫയറിംഗ് ചെയ്ത് ഷഹീദാക്കി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വിശദീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ മഹബൂബ് ഖാൻ സാഹിബ് അടുത്ത സ്ഥലമായ ഷേഖ് മുഹമ്മദി ഗ്രാമത്തിൽ കുടുംബസമേതം താമസിച്ചിരുന്ന തൻ്റെ പൗത്രിയുടെ അടുത്തേക്ക് നവംബർ 6 പിഷാവറിലെ ഖുഷ്ഹാൽ ടൗണിൽ നിന്ന് പോയതായിരുന്നു. നവംബർ 8 തിരിച്ചു വരാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ബസ് സ്റ്റാൻഡിന് സമീപം എത്തിയപ്പോൾ അറിയപ്പെടാത്ത ആളുകൾ പിന്തുടരുകയും അദ്ദേഹത്തിന് നേരെ നിറയൊഴിക്കുകയും ചെയ്തു. ഒന്ന് തലയിൽ പിൻഭാഗത്താണ് കൊണ്ടത്. അത് മുന്നിലൂടെ പുറത്തേക്കെത്തി. അത് കാരണം സംഭവ സ്ഥലത്ത് തന്നെ അദ്ദേഹം മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സംഭവത്തിന് ശേഷം കൊലയാളികൾ ഓടിപ്പോയി. ഒരാൾ മാത്രമായിരുന്നു അയാൾ ഓടിപ്പോയി. ഷഹീദിന് ഏകദേശം 80 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഷഹീദ് മർഹൂം പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 2002 ഓഫീസർ സൂപ്രണ്ടായി വിരമിച്ചു. വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു. ഷഹീദ് മർഹൂമിന്റെ പിതാവ് സയ്യിദ് ജലീൽ അഹമ്മദ് സാഹിബ് 1930കളുടെ മധ്യത്തിലാണ് ബയ്യത്ത് ചെയ്തത്. ഷഹീദ് മർഹൂം ജന്മന അഹമ്മദിയായിരുന്നു. മർഹൂം നിരവധി നന്മകൾക്ക് ഉടമയായിരുന്നു. തജ്ദീദുൽ ഖസ്തിയുള്ള ആളും സൽസ്വഭാവിയും അതീത മര്യാദയും കൂടാതെ ദാനധർമ്മവും അദ്ദേഹത്തിന്റെ സവിശേഷതകളായിരുന്നു. ദഅവത്തുൽ ഉന്മാദിയെപ്പോലുള്ള ആവേശമായിരുന്നു. സത്യസന്ദേശം പ്രചാരണത്തിൽ എപ്പോഴും മുന്നിലുണ്ടായിരുന്നു. ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഇത് അള്ളാഹുവിന്റെ സവിധത്തിൽ എത്താനുള്ള പ്രായമായെന്നും ഷഹാദത്ത് കിട്ടിയാൽ അത് എൻ്റെ സൗഭാഗ്യമാണെന്നും പറയുന്ന നിലപാടായിരുന്നു. ഷഹാദത്തിനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും പൂർത്തിയായി. മഹബൂബ് ഖാൻ സാഹിബിൻ്റെ ഭാര്യ മേറാജ് ബേഗം സാഹിബിയുടെ പിതാവും പിതൃ സഹോദരൻ ഷഹീദാണെന്ന ബഹുമതി ഉണ്ടായിരുന്നു. 1966 ഒരു ഷഹീദായി. ഇപ്പോൾ ഈ സൗഭാഗ്യം അവരുടെ ഭർത്താവിന് ലഭിച്ചിരിക്കുന്നു. അങ്ങനെ അവർ ഷഹീദിന്റെ മകളും ഷഹീദിന്റെ സഹോദരപുത്രിയും ഷഹീദിന്റെ ഭാര്യയുമാകുന്നു. അദ്ദേഹത്തിന്റെ സംതൃപ്ത കുടുംബത്തിൽ ഭാര്യ മേറാജ് ബേഗം സാഹിബിയെ കൂടാതെ 2 ആൺമക്കൾ മുനവർ അഹമ്മദ് സാഹിബ്, ഫസിൽ അഹമ്മദ് സാഹിബ് എന്നിവരും 2 പെൺമക്കൾ സക്കിയ ബേഗം സാഹിബ, വഹീദ ബേഗം എന്നിവരും 2 പൗത്രന്മാരും 1 പൗത്രിയും 6 ദൗഹിത്രന്മാരും 4 ദൗഹിത്രികളുമാണുള്ളത്. അദ്ദേഹത്തിന്റെ ചെറിയ മകൻ ബയോളജിയിൽ PhD എടുത്തിരിക്കുന്നു. ഓസ്ട്രേലിയയിലാണ്. രണ്ടാമത്തെ ആൾ ഫസിൽ അഹമ്മദ് സാഹിബ് ജർമ്മനിയിലാണ്. വിദ്യാസമ്പന്നനാകുന്നു. ഇംഗ്ലീഷിൽ MA ആണ്. അദ്ദേഹത്തിന്റെ മകൻ മുനവർ ഖാൻ സാഹിബ് പറയുന്നു, മഹബൂബ് ഖാൻ സാഹിബ്
തൻ്റെ പ്രദേശത്ത് ശാന്തിയും സമാധാനവും സ്ഥാപിക്കുന്നതിൽ സജീവമായിരുന്നു. ചിലപ്പോൾ അടിപിടി കേസുകൾ സുലഭമാക്കുന്നതിന് വേണ്ടി തൻ്റെ പക്കൽ നഷ്ടപരിഹാരം ബ്ലഡ് മണി നൽകിയിരുന്നു. അദ്ദേഹം ദരിദ്രരെയും സാധുക്കളെയും സഹായിക്കാൻ സദാ സന്നദ്ധനായിരുന്നു. ജനങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിസ്സങ്കോചവതിയെ സമീപിച്ചിരുന്നു. അവരെ സേവിക്കാൻ കുറച്ച് ധനവും തുകയും എപ്പോഴും കൂടെ കരുതിയിരുന്നു. വളരെ വിനയാന്വിതനും മിതഭാഷിയുമായിരുന്നു. ഏറെ സഹനശീലനും മറ്റൊരു പ്രയാസങ്ങൾ മനസ്സിലാക്കുന്ന ആളും എപ്പോഴും അവരെ സഹായിക്കാൻ ബദ്ധശ്രദ്ധനുമായിരുന്നു. അള്ളാഹു മർഹൂമിൻ്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. ബന്ധുമിത്രാദികൾക്ക് അദ്ദേഹത്തിൻ്റെ നന്മകൾ തുറന്നു കൊണ്ടുപോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ പാകിസ്ഥാനിലെ മുബല്ലിഗ് ഫറഖ് സാഹിബിൻ്റെതാണ്. 2020 നവംബർ 1 വൈകിട്ട് 6:15 ഒരു വാഹനാപകടത്തിൽ തൻ്റെ മകനോടൊപ്പം അഹമ്മദ് നഗറിൽ നിന്ന് വരുമ്പോൾ മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വളരെ ഭയാനകമായ അപകടമാണ് ഉണ്ടായത്. സംഭവ സ്ഥലത്ത് തന്നെ പിതാവും മകനും മരണപ്പെട്ടു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഫഖർ സാഹിബ് മൂസിയായിരുന്നു. ഫഖർ സാഹിബിൻ്റെ പിതാവ് സൈഫുർ റഹ്മാൻ സാഹിബ് ബയ്യത്ത് ചെയ്ത് വന്നതാണ്. അദ്ദേഹത്തിന് മുമ്പ് കുടുംബത്തിൽ ആരും അഹമ്മദികളില്ലായിരുന്നു. 1968 അദ്ദേഹം ബയ്യത്ത് ചെയ്തു. കുടുംബത്തിലെ ആദ്യത്തെ അഹമ്മദിയായിരുന്നു. 1996 റബുവിലെ ജാമ്യ അഹമ്മദിയിൽ നിന്ന് പാസ്സായ ശേഷം പാകിസ്ഥാനിൽ ഫഖർ അഹമ്മദ് സാഹിബ് വിവിധ സ്ഥലങ്ങളിൽ സേവനം ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പശ്ചിമാഫ്രിക്കയിലെ ഐവറി കോസ്റ്റിൽ നിയോഗിതനായി. കഴിഞ്ഞ 8 വർഷമായി അഹമ്മദ് നഗറിൽ മുറബിയായി സേവനം ചെയ്തു വരികയായിരുന്നു. അലി അസ്ഗർ സാഹിബിൻ്റെ മകൾ താഹിറ ഫഖർ സാഹിബുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിവാഹം നടന്നത്. ഈ വിവാഹത്തിൽ 4 പെൺമക്കളും ഒരു മകനും ഇഹ്തിഷാം അഹമ്മദ് അബ്ദുള്ള ഉണ്ട്. മകൻ പിതാവിനോടൊപ്പം വാഹനാപകടത്തിൽ മരണപ്പെട്ടു. ഇനി സംതൃപ്ത കുടുംബത്തിൽ ഭാര്യയും 4 പെൺമക്കളും മാതാവും സഹോദരി സഹോദരന്മാരുമുണ്ട്. പെൺമക്കൾ വജീഹ അഹമ്മദ് സുബോ, അസീസ കാഫിയ ഫഖർ, സമറീൻ ഫഖർ, മഹ്രീൻ ഫഖർ എന്നിവരാണ്. ഫഖർ സാഹിബിൻ്റെ താഹിറ സാഹിബ എഴുതുന്നു, ഞങ്ങളുടെ വിവാഹം കഴിയുമ്പോൾ അദ്ദേഹം ഖോഷാബ് എന്ന സ്ഥലത്തെ ഗ്രാമത്തിലായിരുന്നു പോസ്റ്റിങ്. ഞാൻ അവിടെ സെൻട്രൽ പോയപ്പോൾ എനിക്ക് ഒരു മുബല്ലിഗിൻ്റെ ഭാര്യയുടെ കടമകൾ വിവരിച്ചു വന്നു. ഇനി നീയും എന്നോടൊപ്പം വഖഫാണ്. നിനക്കും ജമാഅത്തി ജോലികളിൽ സജീവമായി ഭാഗമാക്കേണ്ടി വരും. അങ്ങനെയാണ് ശിക്ഷ നൽകിയത്. പിന്നെ അദ്ദേഹത്തിന് ബദീൻ എന്ന സ്ഥലത്തേക്ക് മാറ്റം കിട്ടി. അദ്ദേഹം നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് കാലത്തിന് ശേഷമാണ് ഞാൻ അവിടെ പോയത്. പറയുന്നു, നേരത്തെ അറിയിപ്പ് കൊടുത്തിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. പക്ഷേ അദ്ദേഹം അവിടെ സെൻട്രലിൽ വീട്ടിൽ ഇല്ലായിരുന്നു. ഞാൻ പള്ളിയിൽ വെയിൽ കൊണ്ട് കഴിച്ചു കൂട്ടി. അദ്ദേഹം ഏതോ ഒരു മുഅല്ലിം സാഹിബിൻ്റെ ഭാര്യ രോഗിയായതുകൊണ്ട് രക്തം കൊടുക്കാൻ പോയതായിരുന്നു. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ പകൽ മുഴുവൻ ഇവിടെ വെയിലത്തിരിക്കുകയാണ്, ഞാൻ നീണ്ട യാത്ര ചെയ്ത് വരികയാണെന്ന് നിങ്ങൾക്കറിയാമായിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞു, ആ ജോലിയും അത്യാവശ്യമുള്ളതായിരുന്നു. ഇങ്ങനെയാണ് ത്യാഗം ചെയ്യേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാക്കി തരികയുണ്ടായി. അദ്ദേഹം ഐവറി കോസ്റ്റിൽ പോയപ്പോൾ ദീനി പ്രവർത്തനങ്ങളോടൊപ്പം അവിടെയും ഖിദ്മത്ത് പ്രവർത്തനങ്ങളിൽ സദാ വ്യാപൃതനായിരുന്നു. എപ്പോഴും തൻ്റെ ഭാര്യ മക്കളെക്കാളും ദീനിന് മുൻഗണന നൽകിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നു, ഒരിക്കൽ ഞാൻ രോഗിയായി. മകളുടെ ജനനസമയമായിരുന്നു. അദ്ദേഹം മെഡിക്കൽ ക്യാമ്പ് നടത്താൻ പോയതാണ്. ഡോക്ടർ എൻ്റെ അവസ്ഥ ആശങ്കാജനകമാണെന്ന് പറഞ്ഞു. എങ്കിലും അദ്ദേഹം എന്നെ അവിടെയാക്കി പോവുകയാണ് ഉണ്ടായത്. എന്നോട് ഇത്രയും പറഞ്ഞു, അള്ളാഹു അനുഗ്രഹിക്കുന്നതാണ്, നീ ജീവിതം വഖഫ് ചെയ്ത ഒരാളുടെ ഭാര്യയാകുന്നു, ഒന്നും സംഭവിക്കില്ല. ചുരുക്കത്തിൽ അദ്ദേഹം എല്ലാ കാര്യത്തിലും ദീനാണ് മുൻഗണന നൽകിയത്. ആദ്യ സർക്കാരവും സൃഷ്ടിസ്ഥാനവും ചെയ്യുന്ന ആളായിരുന്നു. സ്വന്തക്കാരെയും അന്യനെയും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. മക്കളോട് സുഹൃബന്ധമായിരുന്നു. എന്ത് കാര്യമാണെങ്കിലും വീട്ടുകാര്യമോ കുടുംബക്കാര്യമോ ജമാഅത്തി കാര്യമോ അനാമതികളുടെ കാര്യമോ എന്താണെങ്കിലും നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. മക്കളോട്, നിങ്ങൾ വഖഫ് ചെയ്ത ആളുടെ മക്കളാണ്, മുബല്ലിഗിൻ്റെ മക്കളാണ്, അതുകൊണ്ട് എപ്പോഴും ദീനിനെ മുൻഗണന നൽകണമെന്നും തങ്ങളുടെ നല്ല മാതൃക കാഴ്ചവെക്കണമെന്നും ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. ഐവറി കോസ്റ്റ് മുബല്ലിഗ് വാസിഫ് അഹമ്മദ് സാഹിബ് എഴുതുന്നു, ഫഖർ അഹമ്മദ് സാഹിബ് ഐവറി കോസ്റ്റിൽ മുബല്ലിഗായി നിയോഗിക്കപ്പെട്ടിരുന്നു. വളരെ നല്ല നിലയിൽ ഇടപഴകുന്ന ആളും സുസ്മേരവതനും നല്ല അനുഷ്ഠനമുള്ള
ആളുമായിരുന്നു. ആരെയും വശീകരിക്കുന്ന സംസാരശൈലി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അമിതമായി ആരുമായി കൂടിക്കാഴ്ച നടത്തിയാലും അയാൾ അദ്ദേഹത്തിൽ ആകർഷണമാകുമായിരുന്നു. 5 വർഷം ഓമേ റീജിയണൽ മുബലിയായി സേവനം ചെയ്തു. സൽസ്വഭാവവും സഹാനുഭൂതിയും കാരണം വലിയവരും ചെറിയവരും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്നു. എപ്പോഴും ദൈവസ്മരണമുള്ള ആളായിരുന്നു. ജലസാലയിൽ പങ്കെടുക്കാൻ സാധുക്കൾക്ക് ആരും പറയാതെ വണ്ടിക്കൂലി കൊടുത്തിരുന്നു. പറയുന്നു, അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ റീജൻ ജലസയിലെ ഹാജർ നിലയിൽ 1ാം സ്ഥാനത്തായിരുന്നു. അവിടെയുള്ള പ്രാദേശിക മല്യം സമാവർ ഹാറൂൺ സാഹിബ് എഴുതുന്നു, 2.5 വർഷം ഞാൻ അദ്ദേഹത്തോട് പ്രവർത്തിച്ചിട്ടുണ്ട്. സഹോദരനെ പോലെ എൻ്റെ കാര്യം ശ്രദ്ധിച്ചിരുന്നു. പ്രത്യേകമായി പറയേണ്ട കാര്യം, വളരെ അധ്വാനിയും ആവേശഭരിതനുമായ മുബല്ലിഗായിരുന്നു. വളരെ ഉത്തരവാദിത്തോടെ ശ്രദ്ധാപൂർവ്വം കാര്യങ്ങൾ ചെയ്തിരുന്നു. എത്രയും വേഗം കാര്യങ്ങൾ പൂർത്തിയാക്കാനുള്ള ത്വരയുണ്ടായിരുന്നു. അത് തബ്ലീഗാണെങ്കിലും ചന്തുവിരുവാണെങ്കിലും ജസാലിൻ്റെ തയ്യാറെടുപ്പാണെങ്കിലും ശരി. ഓരോ ഗ്രാമത്തിലും എത്രയും വേഗം ജമാഅത്തിന് സന്ദേശം എത്തിക്കണമെന്നതായിരുന്നു തബ്ലീഗ് സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അള്ളാഹു പറയുന്നതിൻ്റെ സ്ഥാനങ്ങൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും സഹായിയും സംരക്ഷകനുമാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും മേലിലും സംരക്ഷിക്കുമാറാകട്ടെ. അടുത്ത ജനാസ മുറബി സാഹിബിൻ്റെ മകൻ എഹ്തിഷാം അബ്ദുള്ളൻ്റെതാകുന്നു. ഞാൻ പറഞ്ഞതുപോലെ പിതാവിനോടൊപ്പം റോഡ് ആക്സിഡന്റിലാണ് വഫാത്തായത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വഖഫിനവന്റെ അനുഗ്രഹീത പദ്ധതിയിൽ ഭാഗവാക്കായിരുന്നു. ഫസ്റ്റ് ഇയറിൽ പഠിക്കുകയായിരുന്നു. മൂസിയലായിരുന്നു. പക്ഷേ വസീയത്ത് ഫോറം പൂരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഫോറം പൂരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാർ പർദാസ് ഓഫീസിന് ഇത് സംബന്ധിച്ച് മേൽക്കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അദ്ദേഹത്തിന്റെ മാതാവ് പറയുന്നു, എൻ്റെ മകൾ നിരവധി നന്മകളുടെ ഉടമയായിരുന്നു. നന്മയും അനുസരണയും ഉള്ള ആളായിരുന്നു. വഖഫിനവിൽ ഭാഗവാക്കായിരുന്നു. നമസ്കാരങ്ങൾ ശുഷ്കാന്തിയോടുകൂടി അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. ഖുദ്ദാമുൽ അഹമ്മദിയ സൈൻ സാഹിബിൻ്റെ എല്ലാ കൽപ്പനകളും അനുസരിച്ചിരുന്നു. നല്ല നിലയിൽ ഡ്യൂട്ടി ചെയ്യുമായിരുന്നു. വഫാത്തായ ദിവസവും മസ്ജിദിൽ ഡ്യൂട്ടി കൊടുത്തിരുന്നു. അള്ളാഹു പറയുന്നതിന് മഗ്ഫിറത്തും കാരുണ്യവും നൽകി അംഗീകരിക്കട്ടെ. പദവികൾ ഉയർത്തുമാറാകട്ടെ. അടുത്ത ജനാസ റബോയിലെ മിയാൻ അബ്ദുൽ ലത്തീഫ് സാഹിബിൻ്റെ മകൻ ഡോക്ടർ അബ്ദുൽ കരീം സാഹിബിൻ്റെതാണ്. അദ്ദേഹം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ റിട്ടയർഡ് എക്കണോമിക് അഡ്വൈസർ ആയിരുന്നു. സെപ്റ്റംബർ 14 92-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹം മദത് മസീദ് ഇസ്ലാമിന്റെ സാബി മൗലവി മുഹമ്മദ് അലി സാഹിബിന്റെ പൗത്രനാണ്. ഖാദിയാൻ താലിം ഇസ്ലാം കോളേജിൽ പ്രഥമ ബാച്ചിൽ ഉൾപ്പെടുന്നു. കോളേജ് ലാഹോറിലേക്ക് മാറ്റിയപ്പോൾ, അതായത് വിഭജനത്തിന് ശേഷം, താലിമുൽ ഇസ്ലാം വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ബിരുദമെടുത്തു. ഇദ്ദേഹം ആ സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് താലിമുൽ ഇസ്ലാം കോളേജിൽ നിന്നുമുള്ള ഏക വിദ്യാർത്ഥിയായിരുന്നു. പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാന്റെ സ്കോളർഷിപ്പിൽ ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യാൻ അമേരിക്കയിൽ പോയി. അവിടെയും മസ്ജിദ് ഫദലിലായിരുന്നു താമസം. അവിടെ ഒഴിവ് സമയങ്ങളിൽ മസ്ജിദ് തബ്ലീഗിൽ വ്യാപൃതനായിരുന്നു. ഡോക്ടർ സാഹിബിന് പാകിസ്ഥാനോടുള്ള നല്ല സ്നേഹമായിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ കരിയറിൽ ആഗോള ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങളിൽ സ്ഥിരമായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടും എപ്പോഴും പാകിസ്ഥാൻ താമസം പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചത്. നീണ്ടകാലം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഉപദേശകർ അഡ്വൈസർ എന്ന നിലയിലാണ് റിട്ടയർ ചെയ്തത്. അദ്ദേഹം തൻ്റെ കാലത്ത് IMF, IDB തുടങ്ങിയ സ്ഥാപനങ്ങളുമായി ചേർന്ന് നിരവധി രാജ്യാന്തര അഡ്വൈസറി കമ്മിറ്റികളിൽ വിജയകരമായി പൂർത്തിയാക്കി. ധനകാര്യ വകുപ്പിലും കുറച്ചു കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു സംയുക്ത ബജറ്റും ഇദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ തയ്യാറാക്കിയിരുന്നു. IMFന്റെ ഭാഗത്ത് നിന്ന് സുഡാൻ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹത്തെ 6 വർഷത്തേക്ക് സുഡാന്റെ തലസ്ഥാനമായ ഖർത്തുമിലേക്ക് അയച്ചിരുന്നു. സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷം ജമാഅത്ത് സേവനങ്ങൾക്ക് വേണ്ടി റബോയിൽ താമസമാക്കാനാണ് മുൻഗണന നൽകിയത്. സാമ്പത്തികവും മതപരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹത്തോട് കൂടിയാലോചന നടത്തിയിരുന്നു. ഇതിനുള്ള കമ്മിറ്റിയിൽ ഞാൻ അദ്ദേഹത്തെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അഭിപ്രായം പറയുമായിരുന്നു. ഇക്കാര്യങ്ങളിൽ നല്ല പ്രബന്ധങ്ങൾ എഴുതിയിട്ടുണ്ട്. വളരെ ആഴത്തിൽ ഗവേഷണം നടത്തിയിരുന്നു. അദ്ദേഹത്തോടും പ്രവൃത്തി പദത്തിലുള്ള പരിഹാരമാർഗവും നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചില ഗ്രന്ഥങ്ങളുണ്ട്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ, ഇസ്ലാം ജീവിതതത്വവും സാമ്പത്തിക നിയമങ്ങളും എന്നിവ ഇംഗ്ലീഷിലാണ്. പലിശ നിരോധനം, ഉപജീവന മാർഗങ്ങൾ എന്നിവ ഉറുദുവിലാണ്. 1989 റിട്ടയർമെന്റിന് ശേഷം
അത് ഖലീഫത്തുൽ മസീഹ് റാബിന്റെ ആഹ്വാനപ്രകാരം വഖഫ് ചെയ്തത് താഷ്കന്റ് യൂണിവേഴ്സിറ്റിയിൽ സാമ്പത്തിക വിഷയത്തിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോയി. അവിടെ 6 മാസം സേവനം ചെയ്തു. അത് ഖലീഫത്തുൽ മസീഹ് റാബി കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു. അത് ജീവിതവും പലിശയുടെ പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ അവലോകനം നടത്താൻ വേണ്ടിയുള്ളതായിരുന്നു. അതിൽ ഞാനും കുറച്ചു കാലം ഇദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നതുപോലെ ആഴത്തിൽ ശക്തമായ തെളിവുകളുമായാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ചില ലേഖനങ്ങൾ എനിക്കും അയച്ചു തന്നിട്ടുണ്ട്. പലിശ സംവിധാനത്തെപ്പറ്റി വളരെ നല്ല പ്രബന്ധങ്ങളാണ് ഇതിൽ. അദ്ദേഹം ഇൻഷാ അല്ലാഹ് കൂടുതൽ ആലോചനകൾ വേണ്ടിയിരിക്കുന്നു. ഇനി പലിശ സംവിധാനത്തിനെതിൽ സമർപ്പിക്കാനുള്ള സംവിധാനത്തിൽ ഇദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെയും പരിഗണിക്കപ്പെടുന്നതാണ്. അള്ളാഹു മർഹമിന്റെ സ്ഥാനങ്ങൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്കും അദ്ദേഹത്തിന്റെ നന്മകളനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.